ബഹുമാനികളെ, അള്ളാഹുവിൽ നിന്ന് സഹായം സ്വീകരിക്കുക എങ്ങനെയാണ് ഒരു അടിമ അവന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് അള്ളാഹുവിനെ സഹായിക്കുന്നവനെന്ന് മനസ്സിലാക്കി തന്റെ കാര്യങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് നടത്തേണ്ടത് എന്നുള്ള ഈ വസ്തുത ലാഹിറിന്റെ ഇൽമു മാത്രം പഠിച്ച ഒരാൾ സമീപിച്ചാൽ അയാളിലൂടെ നമുക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയൂല. അള്ളാഹുവിൽ നിന്നുള്ള ഇസ്തിആനത്ത് എങ്ങനെയാണ് എന്ന് നമ്മൾക്ക് അവർക്ക് ബോധ്യപ്പെടുത്തി തരാൻ അവർക്ക് സാധിക്കുകയില്ല. അല്ലാഹു തആല അവനാണ് സഹായിക്കുന്നവൻ, അവനോട് മാത്രമേ സഹായം സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ള ഈ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അത് പ്രായോഗിക തലത്തിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ലാഹിറിന്റെ ഇൽമു കൊണ്ട് മതിയാവുകയില്ല. ബാത്തിനിന്റെ ഇൽമുള്ള ആളുകളുമായി നമ്മൾ സഹവസിക്കേണ്ടതായി വരും. അവരിലൂടെ മാത്രമേ അല്ലാഹു തആലയിൽ നിന്ന് സഹായം എങ്ങനെയാണ് നേടുക എന്ന് പ്രായോഗികമായ ഒരു മനുഷ്യന് മനസ്സിലാക്കാനും അത് പ്രവർത്തിക്കാനും സാധ്യമാവുകയുള്ളൂ. അതല്ലാതെ ലാഹിറിന്റെ ഉലമാക്കളെ സമീപിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് എങ്ങനെയാണ്, ഏത് സന്ദർഭത്തിലാണ് ഞാൻ സഹായം സ്വീകരിക്കുക, എങ്ങനെയാണ് അള്ളാഹു തആല സഹായിക്കുന്നവനായി മാറുക, ഇത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഇത് മനസ്സിലാകണമെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസം, നിനക്ക് ഏതൊക്കെ ആവശ്യങ്ങൾ നേരിടുന്നോ ആ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നവൻ അള്ളാഹുവാണ് എന്ന് സംശയത്തിനും ശങ്കക്കും ഇടയില്ലാതെ ശരിക്കും നീ വിശ്വസിച്ചവനായി മാറണം. അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തി തരുന്നവൻ അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അവന് എന്ത് ആവശ്യം വരുമ്പോഴും പിന്നെ അള്ളാഹുവിനോട് പറയലും അവനിൽ നിന്ന് കാര്യങ്ങൾ നേടുക എന്നുള്ളതും അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമായ ഒന്നല്ല. പക്ഷേ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതറിയുന്ന ആളുകളെ സമീപിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. നമ്മളുടെ ഇടയിൽ ഉലമാക്കൾക്ക് കുറവില്ല, ആയിരക്കണക്കിന് ഉലമാക്കളുണ്ട്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിന്റെ സമീപത്ത് ആലിമീങ്ങളുണ്ട്. ആ ഉലമാക്കളെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കണം, നമ്മൾ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നോട് മാത്രമാണല്ലോ നമ്മൾ സഹായം സ്വീകരിക്കുന്നു, അല്ലാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നല്ലോ. എങ്ങനെയാണ് ഈ അല്ലാഹുവിൽ നിന്ന് സഹായം സ്വീകരിക്കേണ്ടത്? എങ്ങനെയാണ് അള്ളാഹു സഹായിക്കുമെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് സമാധാനിക്കേണ്ടത്? ഇത് നമ്മൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ ഒരു വൻ കുറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന് സാങ്കേതികമായി ശിർക്ക് എന്നാണ് പറയാം. ശിർക്ക് അഥവാ സംഭവിച്ചു പോയാൽ അത് ഏറ്റവും വലിയ പരാജയമാണ്, ഏറ്റവും വലിയ അപകടമാണ്, ഏറ്റവും വലിയ കുറ്റമാണത്. കാരണം നമ്മൾ അള്ളാഹുവിനോട് നീ മാത്രമാണ് സഹായിക്കുന്നവൻ, നിന്നോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുമെന്ന് പറയുകയും അതോടൊപ്പം പിന്നെ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ സൃഷ്ടികൾ മാത്രമേ ഉള്ളൂ, സൃഷ്ടികളുടെ മുമ്പിൽ നമ്മൾ നിസ്സാരന്മാരും നിന്ദ്യരുമായി മാറിക്കൊണ്ട് ജീവിക്കുന്നെങ്കിൽ പിന്നെ അതിനേക്കാൾ അപകടകരമായ ഒന്ന് എന്താണുള്ളത്? അല്ലാഹു തആല ആവശ്യം നടത്തിത്തരുന്നവനും കാര്യങ്ങൾ സഹായിക്കുന്നവനുമായിരിക്കെ ആ സഹായം കിട്ടാതെ സൃഷ്ടികളുടെ മുമ്പിൽ നിന്ദ്യരാകുന്ന എത്ര വലിയ അധപ്പതനമാണത്. ഇതിൽ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബാത്തിനിന്റെ അഹ്ലുകാരായ മഹാന്മാരുമായി സഹവസിച്ചുകൊണ്ട് അവരിലൂടെ അള്ളാഹുവിന്റെ ഈ ഇസ്തിആനത്ത് എങ്ങനെയാണ് എന്നുള്ള വസ്തുത ശരിക്കും ബോധ്യപ്പെടുത്തുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യാൻ നമ്മുടെ മേൽ അത്യാവശ്യമാണ്. सरकार दो आलम सल्लल्लाहु अलैहि वसल्लम अल्लाह से इस्तिआनत के लेने का तरीका वाज़ेह किए। हमारे सौर में सरकार दो आलम सल्लल्लाहु अलैहि वसल्लम और सैयदना सिद्दीक रज़ी अल्लाह तआला अन्हु आराम फरमा रहे हैं। दुश्मन गार पे आ गए, नीचे से उनकी तलवारें और पैर नजर आ रहे हैं। सैयदना सिद्दीक रज़ी अल्लाह तआला अन्हु ने सरकार दो आलम से अर्ज किया कि या नबी अल्लाह, दुश्मन आ गए हैं। सरकार दो आलम देखने के बाद अल्लाह से रुजू हुए। जब अल्लाह से रुजू हुए, अल्लाह ताला का इरशाद आया, अल्लाह ताला का इरशाद जिब्रील अलैहिस्सलाम आए, ला तहज़न इन्नल्लाह माना, तुम मत गम करो दोनों, मैं साथ हूं तुम्हारे। न सिर्फ मदद बल्कि मायत का भी इसके अंदर खुलासा है कि ऐसे वक्त जब बंदे को जरूरत पड़ती है
अल्लाह साथ हो जाता है और उसकी मदद फरमाता है। और सरकार दो आलम सल्लल्लाहु अलैहि वसल्लम और सैयदना सिद्दीक का ये आलम ये आयत के सुनने के बाद पढ़ने के बाद मुतमईन सो रहे हैं, कोई इस्तराब नहीं, कोई बेचैनी परेशानी नहीं। हमारा क्या आलम है, हमारा क्या आलम है। पहले तो अल्लाह से रुजू होते नहीं, जबान से इकरार करते हैं, ऐ अल्लाह तेरे से मदद चाहता हूँ, तेरे से मदद चाहता हूँ, तेरे से मदद चाहता हूँ। मगर मदद लेने का तरीका मालूम न, मदद आने के बाद उसके फैजान का तस्करा अपने कल्ब में भी नहीं पाते लोग। ബഹുമാനികളെ, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്ന് ഈ സഹായം എങ്ങനെയാണ് ഒരടിമ സ്വീകരിക്കേണ്ടത്, നേടേണ്ടത് എങ്ങനെയാണ്, പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ സഹായം കൊണ്ടൊരു മനുഷ്യൻ എങ്ങനെയാണ് സമാധാനിയാകേണ്ടത്, ഇത് അവിടുത്തെ പവിത്രമായ ജീവിതത്തിലൂടെ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ബഹുമാനപ്പെട്ട ഹദ്റത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സൗർ എന്ന ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ്, വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ അന്വേഷിച്ചുകൊണ്ട് അവരെ കൊല ചെയ്യാൻ വേണ്ടി ശത്രുക്കള് ആ ഗുഹയുടെ മുകൾ ഭാഗം വരെ എത്തിയിരിക്കുകയാണ്. ഇവർക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ ആ ശത്രുക്കളുടെ പാദങ്ങളും അവരുടെ കയ്യിലുള്ള ആയുധങ്ങളും കാണാൻ കഴിയുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹദ്റത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക, ശത്രുക്കൾ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹുവിലേക്ക് റുജുവാകുകയാണ്, അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ മടങ്ങിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനിക്കുകയും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന രംഗം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിറക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുകയാണ്. ബഹുമാനികളെ, ഈ പരിഭ്രാന്ത രംഗത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കൽപ്പന പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് സമാധാനം നൽകുകയാണ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഈ സഹായം വേണ്ട രംഗത്ത് അല്ലാഹു തആല സഹായിക്കുമെന്ന ഉറപ്പും ആയത്തിലൂടെ നൽകുന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആ അടിമയോടൊപ്പം അല്ലാഹു സ്വയം ആവുകയും ചെയ്യുന്നു എന്ന പ്രഖ്യാപനം അല്ലാഹു തആല ആയത്തിലൂടെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഒരിക്കലും പരിഭ്രാന്തരായി പോകണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയം നമ്മളോടൊപ്പമുണ്ട് എന്ന് പറഞ്ഞ ഈ ആയത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടതോടുകൂടി പിന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനും ഒരു ബേജാറുമില്ല, ഒരു വെപ്രാറുമില്ല, റസൂലുള്ളാഹിക്കും ഒരു ബേജാറുമില്ല, വെപ്രാറുമില്ല, ഒരു സുഖമായി അവിടെ കിടന്നുറങ്ങുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളുടെ അവസ്ഥ എന്താണ്? ശത്രുക്കൾ തലമുകളിലാണ്, അവർ വാളും പിടിച്ച് കൊല്ലാമെന്ന് നിൽക്കുന്ന സമയത്ത് ഈ ഒരൊറ്റ വാക്യത്തിലൂടെ സമാധാനികളായ അള്ളാഹുവിലേക്ക് രുജുവാകുമ്പോൾ അള്ളാഹു തആല അവരെ സമാധാനിപ്പിച്ച ഈ അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു രംഗം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എത്ര ബേജാറിലും വെപ്രാളത്തിലുമാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്കറിയില്ല. ആദ്യം ഒന്നാമതായി അള്ളാഹുവിനോട് അപേക്ഷിക്കൽ എങ്ങനെയാണ്, അള്ളാഹുവിൽ നിന്ന് സഹായം സ്വീകരിക്കൽ എങ്ങനെയാണ് എന്നുപോലും നമുക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനത്തെ രംഗം വരുമ്പോൾ അള്ളാഹുവിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്, അള്ളാഹുവിനോട് എങ്ങനെയാണ് കാര്യം പറയേണ്ടത്, അള്ളാഹു തആലയുടെ സഹായം നേടേണ്ടത് എങ്ങനെയാണ്, ഇതും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ അള്ളാഹുവിന്റെ സഹായം എങ്ങാനും വന്നു കഴിഞ്ഞാൽ അള്ളാഹിന്റെ സഹായത്തിലൂടെയാണ് ഞാൻ രക്ഷപ്പെട്ടത്, എനിക്ക് നേടിയത് എന്നുള്ള ഒരു അവസ്ഥയോ സന്തോഷമോ ഹൃദയത്തിൽ കൊണ്ടുവരാനും നമ്മൾക്ക് സാധിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു അധപ്പതനത്തിലുള്ള ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. हाज़रीन किराम, नमाज पढ़ते वक्त आज से ये अमल शुरू करो, इय्याका नअबुदु व इय्याका नस्तईन पर आए अपना मुहासिबा करना, इस्तेहज़ार करना कि मैं अल्लाह से क्या मदद लिया। अल्लाह की मदद जब तक ना शामिल हाल हो हमारे, हम हरकत नहीं कर सकते। ला तुतहर्रक ज़र्रतुन इल्ला बिइज़्निल्लाह। तो हमारा काम क्या है? अल्लाह से मदद लेते रहना, छोटी से छोटी बात और बड़ी से बड़ी बात। बीमारी आए, मखरूज हो जाए, बेरोजगार हो जाए,
شادی نہیں ہوئی, بچے نہیں ہو رہے ہیں, اللہ 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 سے مدد مانگو. اللہ وعدہ کیا ہے, تم سے اقرار بھی لے رہا ہے, اللہ ضرور تمہاری مدد پوری کرے گا. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ ഞാൻ അള്ളാഹുവെ നിന്നോടാണ് സഹായം ചോദിക്കുന്നത്, നിന്നോടാണ് സഹായം ചോദിക്കുന്നത്, നിന്നോടാണ് സഹായം ചോദിക്കുന്നത് ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയും അള്ളാഹുവിൽ നിന്ന് സഹായം സ്വീകരിക്കുക എന്ന പ്രവർത്തനം നമ്മുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ എപ്പോഴും നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കരിക്കുന്ന സമയത്ത് ഈ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന വാക്യം നമ്മൾ നാവുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പടച്ചവനെ നിന്നോട് മാത്രമാണ് ഞാൻ സഹായം ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ എവിടെയാണ് ഈ അള്ളാഹുവിൽ നിന്ന് സഹായം സ്വീകരിച്ചിട്ടുള്ളത്, ഏത് കാര്യത്തിലാണ് ഞാൻ അള്ളാഹുവിന്റെ സഹായം നേടിയിട്ടുള്ളത് എന്ന് തന്നെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ആവശ്യങ്ങളുണ്ടോ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ തുടങ്ങിക്കൊണ്ട് എല്ലാ ആവശ്യങ്ങളിലും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ, നീയാണ് സഹായിക്കുന്നവൻ. കാരണം ഒരു അടിമക്ക് അഥവാ അള്ളാഹുവിന്റെ സഹായം എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഒരു പ്രവർത്തനവും നടക്കുകയില്ല. ലാ തതഹറകു ദർറത്തുൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ സമ്മതം കൊണ്ടല്ലാതെ ഒരു അണുപോലും ചലിക്കുക ഇളകുക എന്നുള്ളത് സാധ്യമായതല്ലെങ്കിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ സഹായം എത്തിയേ മതിയാവുകയുള്ളൂ. കടക്കാരനാണെങ്കിൽ ഈ കടക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, ജോലിക്കാരനാണെങ്കിൽ ജോലിയുടെ പ്രശ്നം നിന്ന് ഒഴിവാകാൻ, ജീവിതത്തിൽ വേറെ ഏതാണ് പ്രശ്നങ്ങൾ, കല്യാണം നടന്ന കല്യാണത്തിന്റെ കാര്യം പറയാൻ, കുട്ടികളില്ലെങ്കിൽ കുട്ടികളുടെ കാര്യം പറയാൻ, ജീവിതത്തിൽ മറ്റ് ഏത് പ്രശ്നമാണ്, ഭക്ഷണമാണോ എന്താണോ, ഈ കാര്യത്തിനൊക്കെ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് പടച്ചവനെ നിന്റെ സമ്മതമില്ലാതെ നിന്റെ കൽപ്പന ഇല്ലാതെ ഒന്നും തന്നെ നടക്കുകയില്ല, നിന്റെ സഹായം കൊണ്ടേ സർവ്വതും നടക്കുകയുള്ളൂ, ഇന്നാലിന്റെ പ്രശ്നം എനിക്ക് നേരിട്ടിരിക്കുന്നു, നീ എന്നെ സഹായിക്കണേ, നീ എന്നെ സഹായിക്കണേ. ഇങ്ങനെ അള്ളാഹുവിനുള്ള സഹായം സ്വീകരിക്കുക എന്നത് ഇന്നു മുതൽ നാം നമ്മുടെ പതിവാക്കി മാറ്റണം. मेरी गुजारिश आप सुने, अगर ये मफहूम नहीं खुल रहा है, उलमा से रुजू होना, उनसे इस्तिफादा करना, अल्लाह हुजूर क़ल्ब भी देगा, नमाज भी हुजूर करेगा. मैं अल्लाह से दुआ करता हूँ कि परवरदिगारा हम सबको हुजूर क़ल्ब वाली नमाज अता फरमा. इय्याका नअबुदु व इय्याका नस्तईन के फैज़ान से हमको मालामाल फरमा. ऐ अल्लाह दोनों आलम में मुसलमानों का बोलबाला कर. ऐ अल्लाह इनको दुश्मनों से महफूज रख. ऐ अल्लाह जितने मुसलमान परेशान हैं उनकी परेशानी को दूर फरमा. ऐ अल्लाह तेरे रहम और करम का वास्ता फतह और नुसरत मुसलमानों को अता फरमा. ऐ अल्लाह हाज़रीन की मग़फ़िरत फरमा. ऐ अल्लाह हाज़रीन के जो एहतियाज और ज़रूरतें हैं तू ही पूरा करने वाला है. अगर ये रुजू नहीं है तेरे से, ऐ परवरदिगारा तू इनको माफ फरमा और इनके हाजतों को पूरी फरमा. ऐ अल्लाह इनके अजसाद की हिफाजत फरमा, इनके खुलूक की हिफाजत फरमा, इनके रिज़्क़ में बरकत अता फरमा, इनकी औलाद को सालेहीन से बना. बेजाही सैयदना मोहम्मद मुस्तफ़ा सल्लल्लाहु अलैहि बना ओ मौलाना मुहम्मदिन व अला आले सय्यदना ओ मौलाना मुहम्मदिन व बारिक व सल्लिम.